ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് അത് എഴുതിയേക്കുന്നത്. ധാരാളം മതി. അപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ളൊരു കാരണം ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവന്മാർ ഇതിങ്ങനെ ചെയ്തേക്കാണ്. ഏതായാലും പോലീസ് യവന്മാരുടെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പും ഈ റഹീസിൻ്റെ ലാപ്ടോപ്പും അതേപോലെ തന്നെ മൊബൈൽ ഫോണും ഇവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് അവരെ പ്രതികരണത്തെ കേസും എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സദാചാരം സാൻമാർഗീയ നേതാക്കന്മാരാണ് ചമഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങും കേട്ടോ. യാതൊരു കാര്യമില്ലാതെ ആരും ഒരു പുരുഷനും സ്ത്രീയും കൂടെ സംസാരിച്ചു, ഇതേ ഉള്ളു സംഭവം. അല്ലാതെ വേറെ മോശമായ ഒരു കാര്യങ്ങളും അവിടെ നടന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിനി മരണശേഷം ഈ പിടിച്ചേക്കുന്ന ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നവരെന്ന് പറയുന്നത് ഒക്കെ ഈ സ്ത്രീയുടെ ബന്ധുക്കളാണ്. ഒന്ന് ഏതാണ്ട് അമ്മായിയുടെ മോനോ ഒക്കെയാണ്, അതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ്. ഇനി ആരാണ്ടൊക്കെ പിടികൂടാനുണ്ട്. കാരണം ഇത് വലിയ ചോദ്യം ചെയ്യലുമൊക്കെ നടന്നു. അതായത് ഇതിലെ താലിബാൻ മോഡൽ ഇടപാടാണ് ഈ നടന്നേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഇത് ചില പിടിച്ച് അഴിച്ചുകൊള്ളുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.